ഇന്നിപ്പോ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നതെന്ന് ഭംഗ്യന്തരേണ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. PM ശ്രീ പദ്ധതി കേരളത്തിൽ ഇതിനോടകം ഗൗരവമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സമയത്തും അതിന്റെ മുൻപും UDFന്റെ നേതാക്കൾ ഊഴമിട്ട് മത്സരിച്ചാണ് PM ശ്രീ പദ്ധതിക്കെതിരായി പ്രസ്താവനകൾ നടത്തിയത്. അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയും എന്നാണ് ഇപ്പോഴത്തെ തദ്ദേശ മന്ത്രി പ്രസ്താവന പുറപ്പെടുവിച്ചത്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി നിർത്തലാക്കും എന്ന് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അസന്നിഗ്ധമായി പറഞ്ഞു. ഇന്നത്തെ മുഖ്യമന്ത്രിയും UDFന്റെ മുഴുവൻ നേതാക്കളും UDF സംഘടനകളുടെ ഭാരവാഹികളുമെല്ലാം PM ശ്രീക്കെതിരായിട്ടുള്ള വലിയ പ്രസ്താവനകൾ നടത്തി. വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. എന്തൊക്കെ നെടുങ്കൻ പ്രസ്താവനകളും കോലാഹലങ്ങളുമാണ് അന്നുണ്ടായത്. അന്നും LDF നയം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് MOU നിർത്തിവെക്കണമെന്ന് നവംബർ മാസം 12-ാം തീയതി കേരളം രേഖാമൂലം കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുള്ളതാണ്. സമഗ്ര ശിക്ഷയുടെ ഫണ്ട് മരവിപ്പിച്ച ഘട്ടത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല അന്ന് ഒപ്പുവെച്ചതെന്ന കാര്യവും മന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുള്ളതുമാണ്. പ്രശ്നം UDF PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയേണ്ട കാര്യമില്ല. LDF ഗവൺമെന്റ് ഉപേക്ഷിച്ചത്, LDF ഗവൺമെന്റ് നിർത്തിവെച്ചത് പൊടി തട്ടി വീണ്ടും എടുത്ത് തലയിലേറ്റാതിരുന്നാൽ മതി. വലിച്ചെറിയുമെന്ന് പറഞ്ഞവർ എടുത്ത് തലയിൽ വെക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിനെ സാധൂകരിക്കാൻ പച്ചക്കള്ളം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. PM ശ്രീയിൽ നിന്ന് ഒപ്പിട്ട് പണം വാങ്ങി എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത്. ഒരു നയാ പൈസ PM ശ്രീ ഇനത്തിൽ കേരളം കൈപ്പറ്റിയിട്ടില്ല. PM ശ്രീ പദ്ധതിയിൽ ഏതൊക്കെ സ്കൂളുകൾ വേണം എന്ന കാര്യത്തിൽ പോലും ആലോചിച്ചിട്ടില്ല. ആ പദ്ധതി നടപ്പാക്കാനേ ഉദ്ദേശിച്ചിട്ടില്ല. മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേന്ദ്രമന്ത്രിയുടെ മുൻപാകെ നേരിൽ വ്യക്തമാക്കിയതാണ്, ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രേഖാമൂലം കത്തുകൊടുത്തതാണ്, ഈ പദ്ധതി നിർത്തിവെക്കുന്നു, ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സമഗ്ര ശിക്ഷയുടെ ഫണ്ട് വാങ്ങിയതിനാണ് PM ശ്രീയുടെ ഫണ്ടാണ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പോലും ഈ പറയുന്നവർ മനസ്സിലാക്കിയിട്ടില്ല. സമഗ്ര ശിക്ഷയിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട ഫണ്ട് വ്യവസ്ഥാപിതമായി ലഭിക്കേണ്ടതാണ്. എന്നാൽ 2023-24 മുതൽ PM ശ്രീയിൽ ഒപ്പിട്ടില്ല എന്ന കാരണം പറഞ്ഞ് ആ ഫണ്ട് മരവിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് പ്രശ്നം. ഒരു ഘട്ടത്തിൽ ആ ഫണ്ടിൽ കുടിശ്ശികയുണ്ടായിരുന്നത് സ്കൂൾ യൂണിഫോം, അതുപോലെ തന്നെ പാഠപുസ്തകം, ഈ കാര്യങ്ങളെല്ലാം വിതരണം ചെയ്തതിൽ വിദ്യാഭ്യാസ നിയമപ്രകാരം, വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കേന്ദ്രത്തിന്റെ വിഹിതം തരണം എന്ന ആവശ്യത്തിൽ സമഗ്ര ശിക്ഷയുടെ ഒരു ഗഡു അനുവദിച്ചതിനെയാണ് PM ശ്രീ ഫണ്ട് എന്ന് കളവായി ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PM ശ്രീ പദ്ധതി കേരളം നടപ്പാക്കാൻ ഉദ്ദേശിക്കാത്ത പദ്ധതിയാണ്, ഉപേക്ഷിച്ച പദ്ധതിയാണ്. MOU നിർത്തലാക്കണമെന്ന് സർക്കാർ ഔപചാരികമായി കേന്ദ്രത്തെ അറിയിച്ചതാണ്, രേഖാമൂലവും നേരിട്ടും അറിയിച്ചതാണ്. നിലവിൽ അങ്ങനെ ഒരു പദ്ധതിയില്ല. നിലവിൽ അങ്ങനെ ഒരു പദ്ധതിയില്ല. മണ്ണിട്ട് മൂടിയ ഒരു പദ്ധതിയെ വലിച്ചെറിയും എന്ന് പറഞ്ഞവർ കുഴിമാന്തി എടുത്ത് തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങുകയാണ്. കോൺഗ്രസ് ജയിക്കുകയും BJP ഭരിക്കുകയും ചെയ്യുന്നതിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേരളത്തോട് ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ, ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളുടെ പേരിൽ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം, സർക്കാർ മാപ്പ് പറയേണ്ടതാണ്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം ഈ ഗവൺമെന്റ് ഉപേക്ഷിക്കേണ്ടതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഈ പദ്ധതിയുടെ മറവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെയും പൊതുവിദ്യാഭ്യാസ രംഗത്തെയും കാവി ഉടുപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മതനിരപേക്ഷവാദികളായ മലയാളികൾ അത്തരം നീക്കങ്ങളെ ചെറുത്തുതോൽപ്പിക്കും. അതിന് ഇടതുപക്ഷം CPIM നേതൃത്വം കൊടുക്കുകയും ചെയ്യും.